ജർമ്മനിയിലുള്ള എൻ്റെ ലാസ്റ്റത്തെ ഓണമാണോ ഇതെന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് എനിക്കതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെൽക്കം ടു മൈ ഓണം വീഡിയോ. എനിക്ക് ഡ്രസ്സൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമാത്ത ഈ മാല ഭയങ്കര ഗോൾഡാണ്. അതേന്നെ, എനിക്ക് മാല ഭയങ്കര എല്ലാവരുടെയും വലിയ. നമുക്ക് ഈ മാലയും ഊരി വെച്ചാലോ? പക്ഷെ വേണ്ട, വല്ലപ്പോഴും അല്ലേ ഇടുന്നുള്ളൂ. ഈ മാല പക്ഷെ ഇത്തിരി ഓവറായിട്ടുള്ള ഓവർ ഗോൾഡ്. ഇതുപോലത്തെ ഒരു ആന്റിക് ഗോൾഡ് ആയിരുന്നെങ്കിൽ നമ്മുടെ ഒക്കെ ഗോൾഡ് ഇല്ലേ. നമുക്കിത് വേണോ? ഈ മാല വേണോ? മാത്തു, മുണ്ട് മടക്കി കുത്താൻ അറിയോ? മാത്തുവിന് 2 വർഷം മുന്നേ മേടിച്ച ഷർട്ട് ഇപ്പോഴും പാകാണല്ലോടാ. നീ വളർന്നില്ലേ? പള്ളിയിലുള്ള ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഉടുത്തൊരുങ്ങി പോകുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിയതാ. മമ്മി എനിക്ക് മേടിച്ചു തന്ന സാരിയാണ് കേട്ടോ. കൊള്ളാവോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോസ്റ്റ്യൂമാണ് സാരി. എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ വരുമ്പോൾ എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പള്ളിയിൽ തന്നെയുള്ള ഒരു ഹാളിൽ തന്നെയായിരുന്നു കേട്ടോ നമ്മളുടെ ഓണം സദ്യ. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുറേ പേരൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും വളരെ കാമായിരുന്നു. നല്ല രുചി, എല്ലാ തരം ക്ലീൻ ആയിട്ടുള്ള എൻ്റെ ഇല കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ സദ്യ അടിപൊളിയായിരുന്നു. എമ്മയാണോ മാത്തു? എമ്മയാണോ? പായസം പാലടപ്രഥമനായിരുന്നു കേട്ടോ. അതിനകത്തേക്ക് എനിക്ക് പപ്പടമൊക്കെ ഇട്ട് കുഴച്ച് കഴിക്കുന്നത് വലിയ ഇഷ്ടമില്ല. നാട്ടിലത്തെ അത്രയും പറ്റില്ലെങ്കിലും ഒരുമാതിരിയൊക്കെ ഒപ്പിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, വയലിൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു, അങ്ങനെ വടംവലി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുമാതിരിയൊക്കെ ഒപ്പിച്ചു കേട്ടോ. ഗെയിംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഇത്തവണത്തെ ഇൻസ്റ്റാഗ്രാം വൈറലായിട്ടുള്ള ഗെയിം. ഇത് കണ്ടിരിക്കാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ ഈ ഓണത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് രാത്രി 10:30 നമ്മൾ ഫിലിം കാണാൻ പോയിട്ടോ. ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഭയങ്കര സൂപ്പർ ചിരിച്ച് ആദ്യം തൊട്ട് അവസാനം വരെ ചിരി. എന്തൊരു സിനിമയത്. അപ്പം ഇന്നത് തന്നെ ലേറ്റായി നമ്മൾ എണീക്കാനൊക്കെ ഭയങ്കര ലേറ്റായി. അപ്പം ഇന്നാണെന്ന് വെച്ചാൽ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവർക്ക് നീ റെഡിയായോ? കണ്ടേ? ഓ, ഇത് കൊള്ളാമല്ലോ, അടിപൊളി. കൊള്ളാം. മുണ്ടൊക്കെ എടുത്ത് വന്നേക്കാണ്. പക്ഷെ ഇന്നലെ സമ്മാനം കിട്ടിയതാട്ടോ, മറ്റേ ഓണത്തിന്റെ ഇതിന്. നന്ദി. മുണ്ടൊക്കെ കണ്ട് പോയി കഴിച്ചോ. അപ്പൊ അവർക്ക് സദ്യ ഞാൻ അങ്ങനെ ഉണ്ടാക്കണില്ല, ഫ്രോസനാണ്. അരി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പായസം, പരിപ്പ് പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ തേങ്ങാക്കൊത്താട്ടോ കഴിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ പായസമൊക്കെ ഉണ്ടാക്കി നമുക്ക് പൂക്കളിടാനായിട്ട് പൂക്കൾ മേടിക്കാൻ ഇങ്ങനത്തെ ബൊക്കെ മാത്രം ഉള്ള ഇതല്ലേ കിട്ടുള്ളൂ. അതാണ് ഒരു ബൊക്കെ പൂ മേടിച്ചു. ഇത് വെച്ചിട്ട് പിള്ളേർ പൂ ഇടുമായിരിക്കും. വറുത്ത് വേവിച്ച പരിപ്പിലോട്ട് ആദ്യം ശർക്കര ഉരുക്കി ഒഴിക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചുക്കും അതേപോലെ തന്നെ കാടമത്തിൻ്റെ ഏലക്കായുടെ പൊടിയും കൂടെ ഇടാം കേട്ടോ. ചുക്കില്ലാത്ത കാരണം ഞാനിവിടെ ഇഞ്ചിയുടെ പൊടിയുണ്ട്, അതാ ഇടണേ. പിന്നെ ഏലക്കാപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇടണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എനിക്കിങ്ങനെ പരിപ്പ് വെച്ച് കടിക്കാൻ കിട്ടണം, അതുകൊണ്ട് ഞാൻ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യാത്ത. പിന്നെ ഇന്ന് സൺഡേ ആണ്, അപ്പോൾ അതുകൊണ്ട് ഒച്ചയൊന്നും കേൾക്കാൻ വയ്യ. തേങ്ങാപ്പാല് പാക്കറ്റ് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2ാം പാലും, ഡയറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ 1ാം പാലും. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ കണ്ടേക്കണത്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇതാണ് നമ്മളുടെ ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് വന്നത്. ഇതിനകത്ത് പച്ചടി ഉണ്ട്, കൂട്ടുകറി ഉണ്ട്, അവിയൽ, പിന്നെ അടപ്രഥമൻ പായസം, ഓലൻ, എരിശ്ശേരി, പരിപ്പ് കറി, പിന്നെ അച്ചാറുകൾ 2 തവണ, ഇഞ്ചിക്കറി, പിന്നെ അവിടെ എന്തുകൊണ്ട് സാധനം ഉണ്ടാകുന്നല്ലോ. അതെ, ഇത് കണ്ടോ, ഇത് രസമൊക്കെ ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് രൂപത്തിലാണ്. അതിനെ നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം. പിന്നെ പിക്കിളെല്ലാത്തരം, ക്യാബേജ്, ക്യാരറ്റ് തോരൻ, പിന്നെ സാമ്പാറുണ്ട്. അത് ഞാനിങ്ങനെ ഓവനിൽ ഇപ്പോൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് വച്ചേക്കുക.
എന്റെ നോക്കി ഞാൻ കണ്ണട മാറ്റും. എനിക്ക് ഇന്നത്തെക്കാളും ലുക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഇത് നല്ല നല്ല ചോക്കളാണ്. എനിക്ക് ഇന്നലെ ഇത് ചെയ്താൽ മതിയായിരുന്നു. സാരില്ല. ഓ ദേ കാറ്റൊക്കെ വരണു. വേഗം പൂക്കളോട്ടോ. നിങ്ങൾ എവിടെയാ പൂക്കളം ഇടാൻ ഉദ്ദേശിക്കണേ? അങ്ങനെയാണെങ്കിൽ ന്യൂസ് പേപ്പർ മാറ്റി വെക്കൂ. ന്യൂസ് പേപ്പർ അതെ ആ സൈഡിലോട്ട് ഈ സൈഡിലോട്ട് ന്യൂസ് പേപ്പർ മാറ്റി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വലിയൊരു ഓക്കെ ഉണ്ടാക്കിക്കോ. പിന്നെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല കേട്ടോ. ഇതെങ്ങാനും ആരെങ്കിലും ചവിട്ടിയാൽ പിന്നെ പിന്നെ ഈ ലീഫ് ഉണ്ടോ? ഇത് നമുക്ക് ഇങ്ങനെ ചെമ്മിങ്ങനെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ വേഗം പൂക്കളോട്ടോ. ഞാൻ അപ്പോഴേക്കും എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. എനിക്ക് ഇന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ഇന്നുവിന് പൂക്കളൊക്കെ ഇട്ടപ്പോ നാട്ടിലാന്നുള്ളൊരു ഫീല് വന്നില്ലേ? മാത്തൂര് പൂക്കളം ഇട്ടിട്ട് ഇഷ്ടായോ മാത്തു? ഇതിന്റെ പേരെന്നാന്നറിയാവോ മാത്തൂന്? ഈ സാധനത്തിന്റെ പൂ കൊണ്ടുള്ള കളം, അതാണ് പൂക്കളം. വലിയ ഡിസൈൻ ഒക്കെ ആക്കിയായിരുന്നു. പക്ഷെ അധികം അവിടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കട്ടെ മാത്തുവിന്റെ ഇന്നുവിന്റെ. അവിടെ ഇരിക്കട്ടാ. ഇത് കഴിഞ്ഞിട്ട് അമ്മ ഫോട്ടോ എടുക്കും. ടക് 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 എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കാം. ഇങ്ങനെ ഒരു രീതിയിൽ ഇരിക്കെ, പോസ് ചെയ്തിരിക്കെ. ആ അങ്ങനെ ഇരിക്കും. ഈ ഫ്രോസൺ സദ്യയിൽ 5 പേർക്കുള്ള ഫുഡാണ് കേട്ടോ. ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. പക്ഷെ എന്നാലും ഒത്തിരി ഐറ്റംസ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം നന്നായിട്ട് തികഞ്ഞു. ബാക്കിയും വന്നു കേട്ടോ. ചോറില്ല, ചോറ് നമ്മളിടണം പതുക്കെ. സദ്യ വിളമ്പാനായിട്ട് പിള്ളേരെയും കൂടെ ഒക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടോ. അതുകൊണ്ട് അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ നമുക്ക് ടേബിളിൽ 4 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടികളെയൊക്കെ നിലത്തിരുത്തി. പിന്നെ വേറൊരു ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ വന്നത് വൈകുന്നേരമായിരുന്നു. അപ്പോഴേക്കും ഞാൻ ടയേർഡായി. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. നെക്സ്റ്റ് ഇയർ ഞാൻ മിക്കവാറും ഇന്ത്യയിലായിരിക്കും. അപ്പം ഇതെൻ്റെ ഇവിടുത്തെ ലാസ്റ്റ് ഓണാണല്ലോ എന്ന് ചിന്തിക്കുമ്പം വല്ലാത്തൊരു വിഷമമുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം. ബൈ.